ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നർ പ്ലാൻ ചെയ്തത് പുറത്തുനിന്നായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി നോക്കി വെച്ചത് ഷിഫോണറ്റ്സ് ആണ്. അവിടെ കേക്ക് കട്ടിങ്, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമാണ്. ഓൾറെഡി അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് സ്റ്റുഡിയോന്നായിരുന്നു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷിഫോൺസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, അതായത് ചൈനീസ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണൂരിലൊക്കെ ഷിഫോണറ്റ്സ് ആണ്. മെയിനായിട്ട് ഇന്ത്യൻ, ചൈനീസ്, അതുപോലെ തന്നെ ടിബറ്റൻ ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നോർമൽ, നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണം, അവിടെ തന്നെ ഫുഡ് കഴിക്കണം, വരണം, അത്രയും ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ പ്ലാനിൽ. അതുകൊണ്ട് തന്നെയാണ് ഷിഫോണറ്റ്സ് ചൂസ് ചെയ്തതും. പക്ഷെ നമ്മുടെ ചൂസിങ് ഒരിക്കലും റോങ് ആയിരുന്നില്ല. ഇവിടുത്തെ ഫുഡ് പറയാൻ വയ്യ. ഒരു ചൈനീസ് ഫുഡ് മാത്രമേ, കൂടുതലും ചൈനീസ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറ്റ് ദ പീക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മെയിനായിട്ട് മാംഗോ സൂപ്പിനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഷിഫോണറ്റ്സിനാണ്. കപൈൻ പാമ്പു എന്നൊക്കെ ഇതിന് ശേഷം കുടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഷിഫോണറ്റ്സിൻ്റെ ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ണൂർ മാർക്കറ്റ് റോഡിൽ നിക്ഷാൻ്റെ അടുത്തായിട്ട് കുമാർസ് ബേക്കറീൻ്റെ മുകളിലായിട്ടാണ് ഈ ഷിഫോൺ. ഇത് കുമാർസിൻ്റെ തന്നെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ നോർമൽ നമ്മുടെ ഡിഷസ് ഒന്നും കിട്ടില്ല. നോർമൽ നമ്മുടെ എപ്പം കഴിക്കുന്ന പൊറോട്ടയും ചിക്കൻ കറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വെറൈറ്റീസാണ്. നമ്മൾ വെറൈറ്റീസാണ് ഓർഡർ ചെയ്തത്. ആക്ച്വലി ബട്ടർ നാനും പൊറോട്ടയായിരുന്നു, തന്തൂരി പൊറോട്ടയായിരുന്നു നോർമൽ നമ്മളെ മെനു ആയിട്ട് കൊടുത്ത്. അതിൽ പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് മോമോസും പിന്നെയെന്ന് പറഞ്ഞത് ചിക്കൻ ഡ്രാഗൺ റോളായിരുന്നു. മസ്റ്റ് ട്രൈ ആയിട്ടാണ് ചിക്കൻ ഡ്രാഗൺ റോള്. കൂടാതെ മോമോസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് മോമോ ആയിരുന്നു. ചിക്കൻ ഫ്രൈ വിത്ത് മസാല മോമോസാണ് വരുന്നത്. അതും നല്ലൊരു ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നോർമൽ ഒരു നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ ഗ്രേവി ആയിട്ട് നമ്മൾ, എൻ്റെ പ്രൊനൗൺസിയേഷൻ ആക്ച്വലി എനിക്കറിയില്ല, ഹുനാൻ ചിക്കൻ കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആവും, മറ്റെവിടെയും കഴിക്കാത്ത. ചിക്കൻ ഡ്രാഗൺ റോള് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനം. അതുപോലെ തന്നെ മാഞ്ചോ. അടിപൊളിയാ. നിങ്ങളിനി കണ്ണൂരിലൊക്കെ വരുന്ന സമയത്ത് ഒരു ചൈനീസ് ഡിഷൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഷിഫോണറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മുമ്പ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇവിടെ ഒരു അതിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഒരു ഡീസൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരു റെഡ് തീമിലാണ് വരുന്നത്. നല്ല ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്കിവിടെ ഒരു നെഗറ്റീവ് എന്നല്ല, ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ആഫ്റ്റർ ഫുഡ് ജ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കൊക്കെ എന്ന് പറയുമ്പം എന്ത് കഴിച്ചാലും ഒരു ലൈം ജ്യൂസൊക്കെ ഒരു കമ്പൽസറി, ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊന്നും ഇവിടെ കിട്ടില്ല. ഒരു ജ്യൂസസും ഇവിടെ കിട്ടില്ല. അതെനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ടുണ്ടായിരുന്നില്ല. മീൻസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം. ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓൾറെഡി ഫുഡിൻ്റെ കൂടെ ഒന്നും കഴിക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടി ഇവർ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആയിരിക്കും ഇത്. നോർമലി ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.